ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 ഇക്കണോമിക്സ് ഓണപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനും പറയാനും വേണ്ടി പോകുന്നത് +2 ഇക്കണോമിക്സിലെ ഓണം പോർഷൻസ് ആയ മൈക്രോ മാക്രോയിൽ നിന്ന് നിങ്ങൾ 100% ഷുവറായിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒന്നും പഠിക്കാൻ അറിയില്ല, മീൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് അറിയില്ല, നിങ്ങൾ +1 കണ്ട ഇക്കണോമിക്സിനേക്കാൾ വളരെയധികം ഡിഫിക്കൽട്ട് ആയുള്ളൊരു ഇക്കണോമിക്സ് ആണ് നമ്മൾ +2 കണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയില്ല അല്ലേ. അപ്പോൾ ഓരോ പാഠത്തിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ നോക്കാം. അതായത് 5 പാഠങ്ങളാണ്. മൈക്രോയിൽ നിന്ന് 3 പാഠവും മാക്രോയിൽ നിന്ന് 2 പാഠവും, അങ്ങനെ 5 പാഠമാണ് നമ്മുടെ ഫസ്റ്റ് മിഡ് ടേം പോർഷൻസ് എന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് മിഡ് ടേം പോർഷൻസിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ 5 പാഠം കവർ ചെയ്യാത്ത സ്കൂൾ ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യുമെന്നറിയോ, ഇനിയുള്ള 2 വീക്സിൽ ഒന്നെങ്കിൽ സ്പീഡിൽ എടുത്ത് തീർക്കും, അതല്ല എങ്കിൽ അവരെടുത്തത് വരെ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത്. നമ്മളിനി ഓരോ ടോപ്പിക്കുകളൊക്കെ ഇടും. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എക്സാം വരുന്നത്, ഇക്കണോമിക്സ് എക്സാം വരുന്നത് 10th സെപ്റ്റംബർ 10th. അപ്പോൾ സെപ്റ്റംബർ 10 വരെ നമുക്ക് അത്യാവശ്യം നല്ല പോലെ ടൈം ഉണ്ട് പഠിക്കാൻ. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എങ്കിൽ ഇനി പഠിച്ചു തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിചാരിച്ച അത്രയും പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓണത്തിന് എക്സാമിന് മാർക്ക് കൂടുതൽ വാങ്ങുക എന്നതിലുപരി നിങ്ങൾക്ക് വേണ്ടത് അത്രയും പോർഷൻസ് എനിക്ക് ഏകദേശം അറിയാം എന്നുള്ളൊരു സെറ്റപ്പ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഫൈനൽ എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ +2 ഇക്കണോമിക്സിൽ 2 സെക്ഷനായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും സിലബസും പാഠവും എക്സാം എല്ലാം ഉണ്ടാവുക. പക്ഷേ എക്സാം നമുക്ക് 80 തന്നെ ആയിരിക്കും. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടായിരിക്കുള്ളൂ, 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഉണ്ടാവില്ല. മൈക്രോയും മാക്രോയും തമ്മിൽ ക്ലബ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. മൈക്രോയിൽ നിന്ന് 3 പാഠവും മാക്രോയിൽ നിന്ന് 2 പാഠമാണ് നമുക്ക് ഓണം പരീക്ഷയുടെ ഫസ്റ്റ് മിഡ് ടൈമിനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി +1 സംബന്ധിച്ച് എന്തുകൊണ്ട് +2 ഇക്കണോമിക്സ് ടഫ് ആവുന്നു, എന്തുകൊണ്ടാവുന്ന കാരണം, ഒരുപാട് കർവുകളുണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്, ഷോർട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എങ്ങനെ പഠിക്കാം? ഓക്കെ, ഇതെല്ലാം കൂടി എങ്ങനെ നമുക്ക് 80 മാർക്കിന് പഠിക്കാം? ഒരു 2 പാഠം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കതിൽ 80 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം കാണും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ 5 പാഠം തന്നെ അത്യാവശ്യമാണ്. 80 മാർക്ക് നല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് നോക്കി നോക്കാം. ആദ്യമായിട്ട് മൈക്രോ നിന്നാണ് പറയുന്നത്. മൈക്രോ അല്ല, ഫസ്റ്റ് ചാപ്റ്റർ, മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ്റെ ചാപ്റ്ററാണ്. ഇവിടെ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറച്ച് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, കുറച്ച് തിയറീസ് വരുന്നുണ്ട് അവിടെ. അതായത് എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിൻ്റെ ഫാദർ ആരാണ്, അതേപോലെ കുറച്ച് എന്താ പറയുക സ്കേഴ്സിറ്റി ഡെഫിനേഷൻ, അങ്ങനെയൊക്കെ കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് 1 മാർക്ക് ക്വസ്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ദെൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി 3 മാർക്കിന് വരാറുണ്ട്. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റിനുള്ള കണ്ടന്റ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ദെൻ PPC കർവ് എന്താണെന്ന്, ഇങ്ങനെയാണ് PPC കർവ് വരിക. ഇവിടെ 3 പോയിന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ABC 3 പോയിന്റ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ള പോർഷൻ നമ്മൾ പഠിക്കണം. അതായത് എന്താണ് 3 പോയിന്റ് അർത്ഥമാക്കുന്നത്, അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. 3 മാർക്കിനോളുണ്ട്. നോർമാറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇക്കോണമി നല്ല ഡിഫറൻസ് 2 മാർക്കിന് വരാറുണ്ട്. നമുക്ക് ഫൈനൽ എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള പോർഷൻസിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ് കേട്ടോ. അതായത് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ പാഠം കുഞ്ഞിതാണെങ്കിൽ പോലും നല്ല പോലെ ടേക്ക് കെയർ ചെയ്ത് പഠിക്കേണ്ട പാഠമാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുകൾ ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ ഈ 4 ടോപ്പിക്ക് അതിൽ നിന്ന് പഠിക്കാം. ഓക്കെ, ദെൻ ചാപ്റ്റർ 2ലേക്ക് കടക്കുകയാണെങ്കിൽ 14 മാർക്കിൻ്റെ വെയിറ്റേജ് ഫൈനൽ എക്സാമിനെ ഉണ്ട്. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ നല്ല പോലെ പോർഷൻസ് ഏത് പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ പറയുകയാണെങ്കിൽ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ഇത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ട്. കാരണം അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കൺസ്യൂമറിൻ്റെ ഭാഗവും ഡിമാൻഡിൻ്റെ ഭാഗവുമായിട്ട്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഭാഗത്തും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് ഉണ്ട്. അപ്പോൾ ടോപ്പിക്കുകൾ മാത്രമാണ് മിസ് പറഞ്ഞു പോകുന്നത്, നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ബഡ്ജറ്റ് ലൈൻ എന്താണ്, ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് ജസ്റ്റ് വരയ്ക്കാൻ മാത്രമല്ല കേട്ടോ പഠിക്കേണ്ടത്.
ബഡ്ജറ്റ് ലൈൻ എന്താണ്, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ്, ദെൻ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം, അതായത് ഇൻകം തരും, അതുപോലെ നമുക്ക് പ്രൈസ് ഓഫ് ഗുഡ് 1 പ്രൈസ് ഓഫ് ഗുഡ് 2 ഒക്കെ തന്നിട്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് തരും. ഒപ്പം ബഡ്ജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ്. ഇതെല്ലാം കൂടി 8 മാർക്കിനും 5 മാർക്കിനും ആണ് നമ്മളോട് ചോദിക്കാം. ഒരു ബഡ്ജറ്റ് ലൈൻ തരും, നമ്മളോട് ഒരു പ്രൈസും ഇൻകം ഒക്കെ തന്നിട്ട് നമ്മളോട് ആദ്യം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറയും. അപ്പോൾ പ്രൈസ് ചേഞ്ച് ആയി അല്ലെങ്കിൽ ഇൻകം ചേഞ്ച് ആയി എന്നൊരു സിറ്റുവേഷൻ തരും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു എന്ന് അത് ഡ്രോ ചെയ്യാൻ പറയും. ഒപ്പം തന്നെ അതിൻ്റെ പ്രോബ്ലം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, ഹൊറിസോണൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ക്വസ്റ്റ്യൻ തരും. ഒക്കെ കൂടി 8 മാർക്കിനും 5 മാർക്കിനും. 8 മാർക്കിനും നമുക്ക് ചോദിക്കാൻ ചാൻസ് ചെയ്യണം പരീക്ഷയ്ക്ക് തന്നെയാണ് കേട്ടോ. ദെൻ ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് വരിക. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് ആണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ ആണ്. പിന്നെ എന്താണ്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ഹയർ സാറ്റിസ്ഫേഷൻ, ഹയർ ലെവൽ സാറ്റിസ്ഫേഷൻ. അങ്ങനെ 3 പോയിന്റ് 4 പോയിന്റുകൾ അതിൽ പഠിക്കാനായിട്ടുണ്ട്. ദെൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ ഡിഫറൻസ് കർവും കൂട്ടിമുട്ടി യോജിക്കുന്ന ഒരു പോയിന്റിനാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാം. ഈ ഒരു പോയിന്റിനെ കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് ഏതാ എന്ന് ചോദിച്ചാലും നമുക്ക് അറിയാൻ കിട്ടണം, വരയ്ക്കണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം. MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ അതിൽ കാണിച്ചു കൊടുക്കണം. സ്ലോപ്പ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 8 മാർക്ക് അവിടെ കിട്ടുള്ളൂ. ദെൻ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് ഡിമാൻഡ് സെക്ഷൻ എന്ന ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് ഓഫ് എ കമ്മ്യൂണിറ്റിയുടെ ഡിറ്റർമിനൻസ് എന്താണ്, അതിൻ്റെ ഷിഫ്റ്റ്, ഡിമാൻഡ് എങ്ങനെ ഷിഫ്റ്റ് ആവാം, കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ലോ ഓഫ് ഡിമാൻഡ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചേ പറ്റൂ. അത് 2-3 മാർക്സ് 4 മാർക്സിനൊക്കെ നമുക്ക് ചോദിക്കും ഈ ഒരു 4-5 ടോപ്പിക്കുകൾ കേട്ടോ. ദെൻ ഇലാസ്റ്റിസിറ്റിയുടെ ഒരു പ്രോബ്ലം, അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ പ്രോബ്ലം അറിയണം. അതിന്റെ കർവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിമാൻഡ് കർവ് തന്നിട്ട് എല്ലാ സ്ഥലത്തും ഓരോ പോയിന്റുകൾ വരും. ഇതിലൊക്കെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ ഇൻഫിനിറ്റ് ആണ്, ഇവിടെ 0 ആണ്, 1 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, ലെസ് ദാൻ 1 ആണ്. നമ്മൾ ഈ കർവുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് വരും കേട്ടോ. ചിലപ്പോൾ കുറേ കുട്ടികൾ ചിലപ്പോൾ ഇപ്പോഴും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവാം. ദെൻ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, അത് 5 തരം കർവുകൾ ഉണ്ട്. ആ 5 തരം കർവുകൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം, അതുപോലെ തന്നെ പാരലൽ ആയിട്ട് വരയ്ക്കണം. ദെൻ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഉണ്ട്. അങ്ങനെ 5 ടൈപ്സ് ഓഫ് കർവുകളാണ് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ 2-ൽ നിന്ന് നിങ്ങൾ അറിയേണ്ട മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. ദെൻ പിന്നീട് നമ്മൾ ചാപ്റ്റർ 3ലേക്ക് കടക്കാണ്. കുറേ കുട്ടികൾക്ക് ഈ ചാപ്റ്റർ 3 ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് അയ്യോ മിസ് ഞങ്ങൾക്ക് ഈ പാടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്, മിസ് ഈ വീഡിയോ ഇടുന്നത് ഓഗസ്റ്റ് 18-നാണ്, 18-ാം തീയതിയാണ്. 1 വീക്കൊക്കെ വളരെയധികം കൂടുതലാണ് ഈ ഒരു 3rd ചാപ്റ്റർ എടുത്ത് കഴിക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ചാപ്റ്റർ 3ലേക്ക് വരുമ്പോൾ 9 മാർക്കിൻ്റെ വെയിറ്റേജ് ഫൈനൽ എക്സാമിനെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ നന്നായി നോക്കിക്കോ, അതൊക്കെ എക്സാമിന് ഉണ്ടാവും. തലേ ദിവസം വരെയുള്ള പോർഷൻസ് ചിലപ്പോൾ ഇടും. ഈ പാഠത്തിലെ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ, വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് കോസ്റ്റ് കർവുകൾ പഠിക്കാനുണ്ട് ഇവിടെ. AFC, CFC, FC, TC, MC, AC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്, 3 സ്റ്റേജ്, അതിൻ്റെ ഡയഗ്രം ഉണ്ട്, എക്സ്പ്ലനേഷൻ ഉണ്ട്, 3 സ്റ്റേജിൽ വിളിക്കുന്ന പേരുണ്ട്. നല്ല രീതിയിൽ പഠിക്കണം ആ ടോപ്പിക്ക്. റിട്ടേൺ ടു സ്കെയിൽ, അതും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോ തന്നെയാണ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടോ. ദെൻ കോക്ക്-ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, ഇത് 3ആണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്. ഇതൊക്കെ നമുക്ക് 8 മാർക്കിൽക്കും 5 മാർക്കിൽക്കും 6 മാർക്കിൽക്കൊക്കെ പോകാനുള്ള ടോപ്പിക്കാണ്. ദെൻ കർവിൻ്റെ ഒരു പ്രോബ്ലം, അതായത് കർവ് വരയ്ക്കാനും അതിൻ്റെ പ്രോബ്ലം, കോസ്റ്റ് പ്രോബ്ലം എന്നാണ് പറയുക. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. നല്ല എളുപ്പമാണ് കേട്ടോ പ്രോബ്ലം, അത് പഠിച്ചിരിക്കുക. ദെൻ കർവുകൾ, ഈ പറഞ്ഞ എല്ലാ കർവുകളുടെയും പിക്ചർ, അതായത് SMC ഇങ്ങനെയാണ്, SAC ഇങ്ങനെയാണ്, AVC ഇങ്ങനെയാണ്, അതുപോലെ തന്നെ TFC ഇങ്ങനെയാണ്, അങ്ങനെ എല്ലാ കർവുകളും, AFC ഇങ്ങനെയാണ്, അങ്ങനെ എല്ലാ കർവുകളും വരയ്ക്കാനായിട്ടും പഠിക്കണം. അപ്പോൾ ഇപ്പോൾ മൈക്രോന്ന് നിന്ന് തന്നെ മാത്രം 3 പാഠം എടുത്തു കഴിഞ്ഞാൽ 10, 50, 60 മാർക്കിനുള്ളതായി ഇല്ലേ.
അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക. ജസ്റ്റ് ഇത് കഴിഞ്ഞാൽ വീഡിയോസ് സെപ്പറേറ്റ് ഇടും. അപ്പോൾ ഞാൻ ചാപ്റ്റർ വൈസ് പറയുന്നത് നിങ്ങൾ ചാപ്റ്റർ വൈസ് പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്, അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചാപ്റ്റർ വൈസ് ഇടും, പിന്നെ 8 മാർക്കിന് പഠിക്കേണ്ടത്, പിന്നെ 5 മാർക്കിന് പഠിക്കേണ്ടത്, പിന്നെ നമ്മൾ പ്രോബ്ലംസ് മാത്രമായിട്ടൊരു വീഡിയോ ഇടും. അതുപോലെ തന്നെ നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കർവുകൾ ഏതാണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. മാക്രോ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പിന്നീട് പഠിക്കാനായിട്ടുള്ളത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് ഉള്ള ഭാഗം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ മാക്രോ തമ്മിലുള്ള ഡിഫറൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഫോർ 5 മാർക്സ് നമുക്ക് ചോദിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിളും വിത്ത് പഠിക്കുക കേട്ടോ. എക്സാമ്പിൾ നമ്മൾ പഠിക്കുക മൈക്രോ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ദെൻ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് ഉത്ഭവിച്ചത്. ഇതേപോലെ തന്നെ 4 മാർക്കിന് ഇത് രണ്ടാണ് നമുക്ക് ഫൈനൽ എക്സാം വരെ ചോദിച്ച് കാണാറുള്ള 2 ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ഈ പാഠത്തിന് ചാപ്റ്റർ 1 നിന്ന് ഇതുപോലെ 6 മാർക്കിൻ്റെ വെയിറ്റേജ് തന്നെയാണ് നമുക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കാറ് കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ പോലെ നല്ല ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ തന്നെയാണ്. 12 മാർക്കിൻ്റെ വെയിറ്റേജ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, 8 മാർക്കിൻ്റെ ചോദ്യമാണ്. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസസ് 4 മാർക്കിൻ്റെ പ്രോബ്ലമാണ്, ക്വസ്റ്റ്യൻ ആണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വിത്ത് ഡയഗ്രാം നമ്മൾ പഠിക്കണം, 5 മാർക്കാണ്. GDP യും വെൽഫെയറും തമ്മിലുള്ള ബന്ധം 4 മാർക്കാണ്. GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക, അത് 2 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. ഇക്വേഷൻസ് ഓഫ്, അതിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, ദെൻ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, NDP, ഇത് 4 എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ പറയുക, എല്ലാ ഇക്വേഷൻസും നമുക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ പോലും കുറച്ച് ഇക്വേഷൻസൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് കാൽക്കുലേഷൻസിനേക്കാൾ കൂടുതൽ ഇക്വേഷൻസ് എഴുതാൻ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ പാഠവും അത്യാവശ്യം നല്ല പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ നല്ല പോലെ ചാപ്റ്റർ വൈസ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല പോലെ പഠിക്കുക. അപ്പം ഇത്രയും ടോപ്പിക്കുകൾ മിസ് പറഞ്ഞു തന്നത് നിങ്ങൾ ഇത്രയും കവർ ചെയ്യാനാണ്. കാരണം ഇതെല്ലാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകൾ തന്നെയാണ്. 5 പാഠവും പിടിച്ച് എന്തൊക്കെയാണ് പഠിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട് എങ്കിൽ എത്രയും വേഗം പഠിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചെടുക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.